എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഞാൻ പത്തനംതിട്ട UPST റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ 14ാമത്തെ റാങ്കിലുണ്ട്. എൻട്രി ഗോൾഡ് ബാച്ച് യൂസറായിരുന്നു. 2022 ജൂലൈ മുതൽ ഞാൻ എൻട്രി ഗോൾഡ് ബാച്ച് യൂസറായിരുന്നു. വിജയത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻട്രി തന്നെയാണ്. എനിക്കൊരു വഴികാട്ടിയായത് എൻട്രിയാണ്. സത്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ PSC 2016 LD സപ്ലൈ ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ ഒരു ലോങ് ബ്രേക്ക് വന്നു. അതിനുശേഷമാണ് B.Ed കഴിഞ്ഞത്. ഗോൾഡ് ബാച്ച് എടുത്തു. സന്തോഷമല്ലേ? ശരിക്കും ആക്സിഡന്റ് പ്രതീക്ഷയില്ല. ആരെങ്കിലും ഒരാൾ വരും. അമ്മയാണോ? അമ്മൂമ്മയാണ്. ഹസ്ബൻഡ് ആർമിയിലാണ്, മീററ്റിൽ. മുത്തമോള്. ഹലോ, എന്താ മോളെ പേര്? ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. അതെ, ഗുരുവായിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച തൊഴിലിലേക്ക്, ഏറ്റവും മികച്ച സേവനത്തിലേക്ക് വള്ളിക്കോട്ട് കോട്ടയം ഗ്രാമത്തിന്റെ പൊന്നോമനയായ ജ്യോതിയായ ജ്യോതിലക്ഷ്മി ഈ കഴിഞ്ഞ UPSA പരീക്ഷയിൽ 14ാം റാങ്ക് നേടിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീഫൻ ഹോക്കിൻസിന്റെയും ഐസക് ന്യൂട്ടന്റെയും ആൽബർട്ട് ഐൻസ്റ്റീന്റെയും ഒക്കെ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച പൊതുവിദ്യാലയത്തിലേക്ക് ജോലിക്കൊരുങ്ങുകയാണ് ഈ പ്രിയപ്പെട്ട ജ്യോതി. എൻട്രി എന്ന തോണിയിലാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സഞ്ചരിക്കുന്നത് അല്ലേ? എൻട്രിയിൽ നിന്നും എന്താണ് കിട്ടിയത്? എൻട്രിയിൽ നിന്നും എനിക്ക് കിട്ടിയത് ശരിക്കും നല്ലൊരു ഗൈഡൻസ് ആയിരുന്നു, ഒരു വഴികാട്ടിയായിരുന്നു. PSC എല്ലാവരും പറയാം ഒരു ഇതിലോട്ട് ഇറങ്ങിയാന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അങ്ങനെ അതിലോട്ട് ഇറക്കിയത് എൻട്രിയാണ്. 2015 പോസ്റ്റ് ഗ്രാജുവേഷൻ, 2017 B.Ed, അതും ഫിസിക്കൽ സയൻസ് സബ്ജക്റ്റിൽ. ഈ 2017 B.Ed കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം 2025 ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ സ്വാഭാവികമായും ഇതിന്റെ ഈ ഒരു 8 വർഷത്തിൽ ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പലരുടെയും കുറ്റപ്പെടുത്തലുകളും അവഗണനകളും കൂടെ പഠിച്ചവർക്ക് ജോലി കിട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു മാനസിക വിഷമമൊക്കെ എങ്ങനെയാണ് എൻട്രി തരണം ചെയ്യിപ്പിച്ച് തന്നത്? ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കുറച്ച് വർഷങ്ങളായിരുന്നു. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ 17-19 B.Ed കംപ്ലീറ്റ് ചെയ്യുന്നത്. 15 കഴിഞ്ഞ് 2 വർഷം ബ്രേക്ക് എടുത്തു. 17 എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. ആ സമയത്ത് കല്യാണം, മൂത്ത കുട്ടി ജനിച്ച് 15 ദിവസം കഴിയുമ്പോൾ അമ്മ മരിക്കുന്നത്. അത് വലിയൊരു ചേഞ്ച്. മീൻസ് അമ്മ നഷ്ടപ്പെടുമ്പോൾ ഉള്ളവരെന്ന് പറഞ്ഞാൽ. പക്ഷെ പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു, മദറിനിലോ നല്ല സപ്പോർട്ടായിരുന്നു. മൂത്തമ്മളുടെ കാര്യത്തിൽ ഞാൻ സമയം B.Ed ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളോടുമാണ് പറയുന്നത്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന, അതായത് വില്ലേജ് ഓഫീസ് മുതൽ മാർക്കറ്റ് വരെയും പോയി വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടി, ഈ ടീച്ചർ 14ാം റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ എന്റെ കുട്ടിക്ക് ഒരു ഷേക്കാൻഡ് കൊടുക്കുകയാണ്. 1000 ആശംസകൾ. ഇനി ഫിസിക്കൽ സയൻസ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അത്ര വലിയ വിഷയം വരത്തില്ല അല്ലേ? സാധാരണഗതിയിൽ മാനവിക വിഷയങ്ങളായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത്? എനിക്ക് മാത്സും ഇതുപോലെ സയൻസ് സബ്ജക്റ്റും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ബുദ്ധിമുട്ടായിട്ട് ആദ്യം തോന്നിയത് സൈക്കോളജിയാണ്. കാരണം സൈക്കോളജി B.Ed പഠിച്ചെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇതും എക്സാമിലേക്ക് വരുമ്പോൾ ഫുള്ള് മലയാളത്തിലാണ് ടേംസ്. അപ്പോൾ അത് ഫസ്റ്റ് കുറേ കേട്ട് മലയാളം ടേംസ് ഒക്കെ ഒന്ന് സെറ്റായി വരാൻ തന്നെ കുറച്ച് സമയം എടുത്തു. പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് 2 വർഷം മുന്നേ ജോയിൻ ചെയ്തു. എക്സാം വരാനും നോട്ടിഫിക്കേഷൻ വരാനും ഒന്നും നോക്കിയിരുന്നില്ല. അതൊരു പോയിന്റ് കൂടിയാണ്, ആലോചിക്കണം കേട്ടോ. ഈ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജോയിൻ ചെയ്യാനിരിക്കുന്ന മുഴുവൻ പേരോടത്തും കൂടെയാണ് ഇവിടെ ജ്യോതിലക്ഷ്മി പറഞ്ഞത്. ഓക്കെ, പറഞ്ഞോളൂ. 2022 ജൂലൈയിലാണ് ജസ്റ്റ് എൻട്രിയുടെ ഒരു ആഡ് കണ്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഗോൾഡ് ബാച്ച് യൂസ്. അന്ന് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല, ധാരണയില്ല. പക്ഷെ എന്തായാലും എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു ഇതിലും കയറി. പക്ഷെ ക്ലാസ്സസ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ഡെയിലി നോട്ട്സും ഡെയിലി നമ്മുടെ സിലബസ് ഡിവൈഡ് ചെയ്ത് സാധാരണഗതിയിൽ എല്ലാവരും പറയാനുണ്ട് എൻട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അബണ്ടന്റ് സോഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? എല്ലാ സബ്ജക്റ്റുകൾക്കും MCQ, സിമ്പിൾ, കോംപ്ലക്സ്, ആവറേജ്, എബോവ് ആവറേജ്, ഗിഫ്റ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ മെന്റേഴ്സ് കറക്റ്റ് സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയോ അതുപോലെ തന്നെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. തീർച്ചയായിട്ടും. സിമി മാം ആയിരുന്നു എൻ്റെ മെന്റർ. മാഡം നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ്സസ് എല്ലാം ഞാൻ മാക്സിമം അതെല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇനി അടുത്ത UPSC LPSC എഴുതാൻ യോഗ്യതയുള്ളവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോട്ടിഫിക്കേഷൻ, ഇത് എല്ലാവരും പറയുന്നതാണ്, ക്ലീശ ആയിരിക്കും, എന്നാലും നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കരുത്.
എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ പറ്റുമോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട്, കാരണം എനിക്ക് എക്സാം ജൂലൈ 6-നായിരുന്നു, 2024 ജൂലൈ 6-നായിരുന്നു. അതിനൊരു 3-4 മാസം മുന്നേ അമ്മൂമ്മയ്ക്ക് വയ്യാണ്ടായി, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരുപാട് ഫോക്കസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ആകെ ആശ്രയം തന്നെ എൻട്രിയുടെ മോഡൽ എക്സാംസ് ആയിരുന്നു, റിവിഷൻ മോഡൽ എക്സാംസ്. ഈ എക്സാം ഞാൻ മാക്സിമം ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഗുണം ചെയ്തത്. പിന്നെ ഞങ്ങളൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിലെ മെമ്പേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ഈ ജ്യോതിലക്ഷ്മിയോട് നിങ്ങൾ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അത് എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് എൻട്രി എന്ന് ചോദിച്ചാൽ, എൻട്രി ആപ്പ് നമുക്ക് വേണ്ട എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ മാക്സിമം ഞാൻ യൂസ് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും, നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ എൻട്രി ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ്. പഠിക്കാൻ ജ്യോതി പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന സമയത്ത് അത് തോന്നി മെന്റേഴ്സ് കോൺടാക്ട് ചെയ്തിരുന്നു? തീർച്ചയായിട്ടും. എക്സാമിനേഷൻ എഴുതിയില്ലെങ്കിൽ മെന്റേഴ്സ് കോൺടാക്ട് ചെയ്യൂ? ചെയ്തിരുന്നു. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോ എന്നുള്ള നിലയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഗ്രൂപ്പിൽ തിരക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ മോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അധ്യാപകരുടെ മോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അധ്യാപകര് സിലബസ് കറക്റ്റിന് തീർത്തിരുന്നു? തീർച്ചയായിട്ടും. സിലബസ് കംപ്ലീറ്റ് തീർത്തിരുന്നു? കംപ്ലീറ്റ് ആയിരുന്നു. റിവിഷനും കംപ്ലീറ്റ് ആയിരുന്നു? റിവിഷൻ ചെയ്യാനുള്ള ടൈം വരെ കിട്ടി. ഏർലി മോർണിംഗ് ലൈവുകൾ തന്നിരുന്നു? തീർച്ചയായിട്ടും. വൈകുന്നേരം ലൈവുകൾ തന്നിരുന്നു? ശരിക്കും ഈ രാത്രി മാത്രമാണ് എൻട്രിയിൽ ഓൺലൈൻ കോച്ചിങ് നടന്നത്? ഒരിക്കലും അല്ല. നസീം സാർ തന്നെ എക്സാമിനെ അടുപ്പിച്ച് രാവിലെ 4:30-5 മണി സമയത്താണെന്ന് തോന്നുന്നു, രാവിലെ ഉണർന്നിരുന്ന് ലൈവ് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. സമയം പോകുന്ന അറിയത്തില്ല, 7 മണി 7:30 ഒക്കെ ആവും ക്ലാസ് ശരിക്കും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. സാറിന്റെ ഡെഡിക്കേഷൻ. അപ്പോൾ എല്ലാ അധ്യാപകരും വളരെ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിജയം ജ്യോതിയുടെ മാത്രം വിജയമല്ല, ഈ ഒരു വിജയം കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും വിജയമാണ്. എൻട്രി എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചിങ് എക്സാമിന്റെ പ്ലാറ്റ്ഫോമിന്റെ ചിറകിലേറിക്കൊണ്ട് കേരളത്തെ മുഴുവനും തെളിയിക്കാനുള്ള ജ്യോതിയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ജ്യോതിലക്ഷ്മി മാറിയിരിക്കുകയാണ്. കരയരുത്, ഇത് സന്തോഷിക്കേണ്ട നിമിഷമില്ലേ? അമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. രാവുകളെ പകലുകളാക്കിക്കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ ഒരു ദിവസം ഈ സന്തോഷത്തിന്റെ ആനന്ദ കണ്ണീര്, ഈ കണ്ണുനീര് നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ അഭ്യുതകാംക്ഷികളുടെയും കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുവാണെങ്കിൽ ഇതിന് പകരം വെക്കാനോ ഇതിന് പര്യായം പറയാനോ ഈ ലോകത്ത് വാക്കുകളോ വസ്തുതകളോ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള മനോഹര നിമിഷങ്ങൾ, സുവർണ നിമിഷങ്ങൾ, ആശ്ചര്യത്തിന്റെയും അവിശ്വസനീയതയുടെയും നിമിഷങ്ങൾ പങ്കുവെക്കാനും നിങ്ങളെ കൂടെ ചേരാനും ഞങ്ങൾ ഇനിയും എത്തുന്നതായിരിക്കും.